അപ്പൊ ഒരു ഉറപ്പും കിട്ടാതെ സമരം അവസാനിപ്പിച്ചിട്ട് അതിന് താത്വികമായ ഒരു വിശകലനം നൽകിയാൽ അത് മതിയാകുമോ? ആ സമരം തുടരുകയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ 2 തരം സമരമുണ്ട്. തീവട്ടി ആക്രമണത്തിന്റെ സമരമുണ്ട്, വാർ ഓഫ് മൂവ്മെന്റ് എന്നൊരു സമരമുണ്ട്, നിലപാട് യുദ്ധം എന്ന് പറയും. അത് വഴിയേ അറിഞ്ഞോളൂ. അദ്ദേഹം അത് പറയുന്നെങ്കിലും SFIയുടെ സഖാക്കന്മാർ ഇപ്പൊ ബാത്റൂമിൽ കയറിയതേ മുദ്രാവാക്യം വിളിക്കുന്നുള്ളൂ. പുറത്തോട്ടിറങ്ങി മുദ്രാവാക്യം വിളി നമ്മൾ കാണുന്നില്ല. ആ സമരം തുടരുമെന്ന് പറഞ്ഞത് ഏറ്റവും അവസാനം എന്താ പറയുന്നത്? ഗാന്ധിജിയുടെ മാർഗം സ്വീകരിക്കുന്നത്. ഏതായാലും നല്ല കാര്യം, അതെങ്കിലും പറഞ്ഞല്ലോ. നിങ്ങൾ അടച്ചിട്ട ബാത്റൂമിൽ നിന്നുള്ള മുദ്രാവാക്യം വിളി SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ കേൾക്കുന്നുള്ളൂ. എന്തിനാ നിർത്തിപ്പോയത്? എവിടെ വെച്ചാ നിർത്തിയത്? എന്തിന്റെ പേരിലാണ് നിർത്തിയത്? എന്തായിരുന്നു കോംപ്രമൈസിന്റെ കണ്ടീഷൻസ്? പറയണ്ടേ? ഇത്രയും ദിവസം സമരം നടത്തി തല്ലിപ്പൊളിച്ചപ്പോ നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉൾപ്പെടെ അടിച്ചു തകർത്തപ്പോ നിങ്ങൾ ആ സമരം അവസാനിപ്പിച്ചെങ്കിൽ ഏത് ഘട്ടത്തിൽ, എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിൽ, ഏത് തീരുമാനത്തിന്റെ പിൻബലത്തിൽ നിങ്ങൾ നിർത്തിയെന്ന് പറയണ്ടേ? അതിനുള്ള ആർജവും ആദ്യം ഉണ്ടാകണം. അല്ലാതെ ഞങ്ങൾ ഇനി തുടരുമെന്നൊക്കെ എഴുതി കാണിക്കാം, അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നടക്കുന്ന നിൽക്കുമാറേ, അതൊക്കെ പോയി കഴിയുന്നു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.